നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പലരും കമന്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഓരോ ഇൻഡസ്ട്രിയിലും ഏറ്റവും വലിയ ഫ്ലോപ്പ് നിലവിൽ ഏത് നടന്റെ പേരിലാണ്? ആദ്യം നമുക്ക് തെലുങ്ക് ഇൻഡസ്ട്രി നോക്കാം. സൗത്ത് ഇന്ത്യയിൽ തന്നെ നിലവിൽ ഏറ്റവും പേര് കേട്ട ഒരു പവർഫുൾ ഇൻഡസ്ട്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തെലുങ്ക് ഇൻഡസ്ട്രി. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തെലുങ്കിലെ വലിയ സ്റ്റാറായ ചിരഞ്ജീവി ഗാരുവായിരുന്നു വലിയൊരു ബോംബ് 2019 മുതൽ ഹോൾഡ് ചെയ്തു വെച്ചിരുന്നത്. പക്ഷേ നിലവിൽ ചിരഞ്ജീവിയുടെ സൈറ നരസിംഹ റെഡ്ഡി എന്ന സിനിമ ഏകദേശം 300 കോടിക്കടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. തമന്ന, സുദീപ്, വിജയ് സേതുപതി, അനുഷ്ക ഷെട്ടി, നയൻതാര തുടങ്ങി വലിയൊരു കാസ്റ്റിംഗിൽ വന്ന സിനിമയാണ്. പക്ഷേ ഡയറക്ഷൻ വളരെ മോശമായിരുന്നു. ക്ലൈമാക്സിൽ ചിരഞ്ജീവിയുടെ തല വെട്ടുന്ന ഒരു സീൻ, ഈ ഒരു സീൻ ട്രെയിലറിലെ കാണിച്ചിരുന്നെങ്കിൽ പടത്തിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആളുകൾക്ക് കണ്ടിട്ട് തന്നെ പോകുമ്പോഴാണെന്ന് മനസ്സിലായതിന്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഈ ഒരു സിനിമ 220 കോടി കളിച്ചത്. ഇത് 2019 അങ്ങനെ നിലവിൽ ചിരഞ്ജീവിയുടെ കയ്യിലായിരുന്നു ഏറ്റവും വലിയ ബോംബ്. ഇത് എങ്ങനെയെങ്കിലും എന്റെ കഴുത്തിൽ നിന്നൊന്ന് പോയാൽ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ബാലയ്യ വരുന്നത്. NTR കഥാനായകൻ എന്നൊരു സിനിമ 70 കോടിയായിരുന്നു ബഡ്ജറ്റ്. ഇതിനൊരു സെക്കൻഡ് പാർട്ടും NTR മഹാനായകൻ, ഇതിന്റെയും ബഡ്ജറ്റ് 70 കോടിയാണ്. NTR കഥാനായകൻ എന്ന സിനിമ സെയിം വർഷം ജനുവരിയിലാണ്. സിനിമ വലിയൊരു ബോംബായിരുന്നു. 70 കോടി ബഡ്ജറ്റിൽ വന്ന് 32 കോടി കളിച്ചത്. ഇത് ബോംബായപ്പോൾ ബാലയ്യ പറഞ്ഞു അടുത്ത മാസം തന്നെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ, അത് ഹിറ്റാവുമെന്ന്. ഫെബ്രുവരിയിൽ NTR മഹാനായകോട് പറഞ്ഞു. നോക്കിയപ്പോൾ അത് ഇതിനേലും വലിയ ബോംബ്. 70 കോടി ബഡ്ജറ്റിൽ വന്ന് 28 കോടി കളിച്ചു. 2 മാസം കൊണ്ട് 2 വലിയ ബോംബെന്ന റെക്കോർഡ് ബാലയ്ക്ക് കിട്ടി. ഇപ്പോൾ ബാലയ്യയുടെ കഴുത്തിലാണ് ബോംബ്. ഈ ഒരു ബോംബ് പെട്ടെന്നൊന്നും തന്റെ തലേന്ന് പോയില്ലെന്ന് ബാലയ്യക്ക് അറിയാൻ പറ്റും. കാരണം എന്തെന്നാൽ ചിരഞ്ജീവി അടുത്തൊന്നും പുതിയ പടം ഇറക്കുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് വിജയ് ദേവരകൊണ്ടയുടെ ലൈഗർ എന്ന സിനിമ, ഇതൊരു പാൻ ഇന്ത്യ സിനിമയായിരുന്നു. ഈ ഒരു സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പായിരുന്നു. 110 കോടി ബഡ്ജറ്റിൽ വന്ന് 36 കോടി കളിച്ചത്. ബോക്സിംഗ് കിങ് ആയ മൈക്ക് ടൈസൺ വരെ എയറിലായിരുന്നു. നമ്മൾ വിചാരിക്കും ഇതിനെ വെല്ലാൻ പറ്റിയൊരു ബോംബ് അടുത്ത കാലത്തൊന്നും വരില്ല. ഇത് തന്നെയായിരുന്നു വിജയ് ദേവരകൊണ്ടയും വിചാരിച്ചു. പക്ഷേ സെയിം വർഷം രാധേശ്യാം എന്നൊരു സിനിമ പ്രഭാസിനെ നായകനായി ടൈറ്റാനിക് പോലെ എടുത്തൊരു പടമായിരുന്നു. 357 കോടി ബഡ്ജറ്റിൽ വന്ന് 117 കോടിയാണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ബോംബും ഏറ്റവും വലിയ വിജയമുള്ളത് പ്രഭാസിന്റെ പേരിലായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെയാണ്. ശങ്കർ ഗെയിം ചേഞ്ചർ എന്ന സിനിമ ബോംബുകളുടെ കാര്യത്തിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു. 450 കോടി ബഡ്ജറ്റിൽ വന്ന് 150 കോടിക്കടുത്ത് കളിച്ചത്. നിലവിൽ തെലുങ്കിലെ തന്നെ ഏറ്റവും വലിയ ബോംബ് രാം ചരന്റെ പേരിൽ. അടുത്ത ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി. തമിഴ് ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ബോംബായിരുന്നു. വിഷ്ണു വിശാൽ, വിക്രാന്ത് തുടങ്ങിയവർ മെയിൻ ക്യാരക്ടേഴ്സായ ലാൽ സലാം എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ രജനീകാന്തിന്റെ ഗസ്റ്റ് റോളുമുണ്ട്. ആ ടൈമിൽ രജനീകാന്ത് ജയിലർ എന്ന വലിയൊരു വിജയത്തിൽ നിൽക്കുകയായിരുന്നു. ലാൽ സലാം സിനിമയിൽ ഭാഗ്യത്തിന് ഗസ്റ്റ് റോളായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ബോംബ് രജനീകാന്തിന്റെ തലയിലായ 90 കോടി ബഡ്ജറ്റിൽ വന്ന് 18 കോടിയാണ് ലാൽ സലാം കളിച്ചു നേടി. പക്ഷെ ഇപ്പോഴും തമിഴ് സിനിമയിലെ ടോപ്പ് ബോംബ് തന്നെ. പിന്നീട് കഴിഞ്ഞവർ രജനീകാന്ത് തന്നെ നായകനായ വേട്ടയാൻ സിനിമ. ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ജയിലറിന് ശേഷം രജനീകാന്ത് നായകനാകും നെക്സ്റ്റ് മൂവി. മാത്രവുമല്ല കൽക്കി സിനിമയിലെ മാസ് ക്യാരക്ടറെല്ലാം ചെയ്ത് പീക്ക് ലെവലിൽ നിൽക്കുന്ന അമിതാഭ് ബച്ചന്റെയും നെക്സ്റ്റ് മൂവി. ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ നല്ലൊരു സിനിമയാണ്. ചെറിയൊരു മെസ്സേജും ഉണ്ട്. പക്ഷെ ജയിലറിന്റെ ഹാങ് ഓവറിൽ ആളുകൾ ഓവർ മാസ് പ്രതീക്ഷിച്ചാണ് പോയത്. ഈ ഒരു സിനിമ പക്ഷേ ആളുകളുടെ എക്സ്പെക്ടേഷന്റെ അത്ര എത്തി. 300 കോടിക്ക് മേലെ ബഡ്ജറ്റുള്ള സിനിമ 200 കോടിക്കടുത്താണ് കളിച്ചു നേടി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രജനീകാന്തിന്റെ കരിയറിന്റെ ഏറ്റവും വലിയ ഫ്ലോപ്പ്. ഇപ്പോഴും ടോപ്പ് വന്നിട്ടില്ല. അടുത്തത് ഇന്ത്യൻ 2 ആണ്. ശങ്കർ സിനിമയിലൂടെ കമൽഹാസനായിരുന്നു തമിഴ് സിനിമയിലെ തന്നെ വലിയൊരു ബോംബ് കിട്ടിയത്. പെട്ടെന്നൊന്നും ഈ ഒരു ബോംബ് തന്റെ തലേന്ന് പോയില്ലെന്ന് കമൽഹാസൻ കരുതിയത്. 300 കോടി ബഡ്ജറ്റിൽ വന്ന് 150 കോടിക്കടുത്ത് കളിച്ചു നേടി. അതായത് ബഡ്ജറ്റിന്റെ പകുതി. പെട്ടെന്നായിരുന്നു 2000 കോടി കളക്ഷൻ നേടുമെന്ന് പറഞ്ഞ് കങ്കുവ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ശിവ നടത്തിയത്. പിന്നീട് പടം റിലീസ്. 300 കോടി ബഡ്ജറ്റിൽ വന്ന് 100 കോടിക്കടുത്തായിരുന്നു ഈ ഒരു സിനിമയുടെ കളി. നിലവിൽ കങ്കുവ സിനിമയിലൂടെ സൂര്യണ്ണന്റെ പേരിലാണ് തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പ് ഉള്ളത്. പെട്ടെന്ന് തന്നെ സൂര്യണ്ണൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. അടുത്തത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയാണ്. മലയാള സിനിമയിൽ ബിഗ് ബഡ്ജറ്റ് സിനിമ വളരെ കുറവായിരുന്നു. ആദ്യകാലങ്ങളിൽ വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമകൾ നല്ല വിജയം നേടി. ഒടിയൻ സിനിമ ഒരു ഫ്ലോപ്പ് ആണെങ്കിലും ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരു ബോംബ് എന്ന് പറയാൻ കഴിയില്ല. ഓവർ ഹൈപ്പാണ് ഈ ഒരു സിനിമയെ ഫ്ലോപ്പ് ആക്കിയത്. തുടരും സിനിമ പോലെ സൈലന്റ് ആയി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒടിയൻ വലിയൊരു വിജയം നേടിയ. അടുത്ത സിനിമയാണ് മാമാങ്കം എന്ന സിനിമ. ആ വർഷത്തെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. പഴശ്ശിരാജ, വടക്കം വീരഗാഥ തുടങ്ങിയ ചരിത്ര സിനിമകൾ
സിനിമകൾക്ക് ശേഷം മമ്മൂക്കയുടെ വർഷങ്ങൾക്ക് ശേഷം വരുന്ന മറ്റൊരു ഹിസ്റ്റോറിക്കൽ മൂവി 60 കോടി ബഡ്ജറ്റിൽ വന്ന് 30 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത്. മാത്രവുമല്ല ഈ ഒരു സിനിമയിൽ മമ്മൂക്ക ഗസ്റ്റ് റോൾ ആണെന്ന് തോന്നിപ്പോകും. സിനിമയിലെ പല സീനുകളും ട്രോളുകൾക്ക് കാരണമായി. വളരെ വ്യത്യസ്തമായ ഒരു ഫൈറ്റ് കോറിയോഗ്രഫി ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. നായകന്റെ ഇൻട്രോ തന്നെ വളരെ വ്യത്യസ്തമായി ഒരു എയർ ഇൻട്രോ ആയിരുന്നു. ഇത് മാത്രമല്ല ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഇന്നും റീൽസിൽ കാണും. അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ മരക്കാർ സിനിമയായിരുന്നു. 100 കോടിയായിരുന്നു ബഡ്ജറ്റ്. ഇത്രയും വലിയ ഒരു ബിഗ് ബഡ്ജറ്റിൽ വരുന്നത് കൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. എല്ലാരും കരുതിയത് ബാഹുബലി പോലെ മലയാളത്തിൽ നിന്നൊരു പടം വന്നാണ്. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ പ്രിയദർശനായിരുന്നു. 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 50 കോടിക്കടുത്ത് മാത്രം കളക്ഷൻ നേടിയു. മാത്രവുമല്ല പല സീനുകളും വേൾഡ് ഫേമസ് സിനിമയായ ബ്രേവ് ഹാർട്ട് സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചു തരും. അങ്ങനെ ഈ ഒരു സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പായി. ഒരുപാട് ട്രോളുകളും വന്നു. അടുത്തത് വാലിബൻ സിനിമയാണ്. ഇതൊരു നോർമൽ ക്ലാസ് സിനിമയായിരുന്നു. ആവശ്യമില്ലാതെ മാസാണെന്ന രീതിയിൽ ഈ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തു. സാധാരണ LJP പടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വീക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു വാലിബൻ സിനിമയോട്. മാത്രവുമല്ല സ്ലോ മോഷൻ സീനുകൾ കൂടുതലായി യൂസ് ചെയ്തു. ഇതുകൊണ്ടെല്ലാം തന്നെ ഈ ഒരു സിനിമ ഒരു ഫ്ലോപ്പായി. 50 കോടി ബഡ്ജറ്റിൽ വന്ന് 30 കോടിയിൽ താഴെയാണ് കളക്ഷൻ നേടി. എന്തൊക്കെയായാലും മരക്കാരന്റെ അത്രയും ഫ്ലോപ്പല്ല. പിന്നീടാണ് ബറോ സിനിമ ഇറങ്ങി. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 100 കോടിക്ക് മേലെയാണ്. സിനിമയുടെ കളക്ഷൻ 20 കോടിക്കടുത്തായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി ഏറ്റവും വലിയ ഫ്ലോപ്പ് സിനിമയും ഏറ്റവും വലിയ വിജയ സിനിമയും ഉള്ളത് ലാലേട്ടന്റെ പേരിലാണ്. അടുത്തത് ഹിന്ദി ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ബോളിവുഡ് 2022 ബച്ചാൻ പാണ്ഡെ എന്നൊരു സിനിമ ഇറങ്ങി. 150 കോടിയായിരുന്നു ബഡ്ജറ്റ്. അക്ഷയ് കുമാർ ആയിരുന്നു നായകൻ. ഈ ഒരു സിനിമയുടെ കളക്ഷൻ 70 കോടിയാണ്. 2022 മുതൽ അക്ഷയ് കുമാർ ടോട്ടൽ 7 ബോംബുകൾ ഇറങ്ങി. അങ്ങനെ ബോംബ് സ്റ്റാർ എന്ന റെക്കോർഡ് അക്ഷയ് കുമാറിനായിരുന്നു. ഈ റെക്കോർഡ് ആരും തകർക്കില്ല എന്നാണ് അക്ഷയ് കുമാർ കരുതിയത്. പെട്ടെന്നാണ് ഒരാൾ വന്നത്, ടൈഗർ ഷെറൂഫ്. ഗൺപത്ത് എന്ന സിനിമ 200 കോടി ബഡ്ജറ്റിൽ വന്ന് 13 കോടിയാണ് കളക്ഷൻ നേടിയത്. ഇങ്ങനെ ഒരു ഹിരോഷിമ ബോംബ് അക്ഷയ് കുമാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു സിനിമ കൽക്കി സിനിമ പോലെ ഒരു ഫ്യൂച്ചറിൽ നടക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല, വെറുതെ ഒരു ബോംബ്. ടൈഗർ ഷെറൂഫ് ഓൾറെഡി ഒട്ടുമിക്ക സിനിമയിൽ സെയിം ക്യാരക്ടറാണ്. എല്ലാ സിനിമയിലും ഫർട്ടൂരി അടിക്കുന്ന ക്യാരക്ടർ. അങ്ങനെ ഈ ഒരു ബോംബ് സിനിമയിൽ ടൈഗർ ഷെറൂഫ് മിക്സ് ആയപ്പോൾ ഒരു അണുബോംബാണ് കിട്ടി. അടുത്ത സിനിമയാണ് ബേബി ജോൺ. കഴിഞ്ഞ വർഷമായിരുന്നു ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. തെരി സിനിമയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. സൽമാൻ ഖാൻ വരെ ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു. 250 കോടിയായിരുന്നു ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. സിനിമയുടെ കളക്ഷൻ 60 കോടിയിൽ താഴെയാണ്. അടുത്തതാണ് ബഡേ മിയാൻ ചോട്ടേ മിയാൻ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി. അക്ഷയ് കുമാറും ടൈഗർ ഷെറൂഫുമായിരുന്നു സിനിമയിലെ നായകന്മാർ. 2 ബോംബ് സ്റ്റാറുകൾ മിക്സ് ആയപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബാണ് കിട്ടിയത്. 350 കോടി ബഡ്ജറ്റിൽ വന്നു 50 കോടിയിൽ താഴെ കളക്ഷൻ നേടി. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു ഭാഗം വിറ്റിട്ടായിരുന്നു കടങ്ങൾ വീട്ടിയത്. അടുത്ത സിനിമയാണ് ആദിപുരുഷ് എന്ന സിനിമ. നമുക്ക് എല്ലാവർക്കും അറിയാം 700 കോടി ബഡ്ജറ്റിൽ വന്ന് 300 കോടിക്ക് താഴെയാണ് ഈ ഒരു സിനിമ കളക്ഷൻ നേടിയത്. ബോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ ബോംബ് നിലവിൽ പ്രഭാസിന്റെ പേരിലാണ്.